Hi everyone, welcome back to Groww Malayalam. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് വലിയ ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനികൾ വളരില്ല എന്ന്. ഒന്നെങ്കിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഗ്രോത്ത്, ഇത് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വാരൻ ബഫറ്റ് ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സിമ്പിൾ പോയിന്റ് ഇതാണ്. Well, the answer is I do believe in dividends in a great many situations, including many of the ones companies in which we own stock. The test about whether to pay dividends is whether you can continue to create more than $1 of value for every dollar you retain. And there are many take See's Candy, which we own. See's Candy has paid everything virtually out to us that they've earned because they do not have the ability within See's Candy. അതായത് ഒരു കമ്പനി അവരുടെ ബിസിനസ്സിലേക്ക് ഇപ്പോൾ ₹1 ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് ₹1.2 ഏൺ ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു പൈസ അവർ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് നൽകണമെന്ന്. പക്ഷെ നമ്മളിപ്പം ആക്ച്വൽ ഡേറ്റ് നോക്കുമ്പോൾ സ്റ്റോറി കുറച്ചും കൂടി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റിൽ 750 സ്റ്റോക്സിൽ 48 കമ്പനികളുടെ ഡിവിഡൻഡ് yield 2.5% കൂടുതലാണ്. അതുപോലെ ഇതിൽ 15 കമ്പനികളുടെ ഡിവിഡൻഡ് yield 4% മേളിലാണ്. പക്ഷെ ഇപ്പം ഡിവിഡൻഡ് yield കൂടുതലാണെന്ന് വെച്ച് ആ ഒരു കമ്പനികളുടെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ഗ്രോത്ത് സ്ട്രോങ് ആവണമെന്ന് ഇവിടെ ഒരു നിർബന്ധമില്ല. എന്നാൽ ഇതിൽ തന്നെ എന്താണ് ചില കമ്പനികളുടെ ഡിവിഡൻസ് സ്ട്രോങ് ആണ്, അതുപോലെ ഏർണിംഗ് ഗ്രോത്ത് ഇവിടെ ഫാസ്റ്റ് ആണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള 3 കമ്പനികളെ പറ്റിയാണ്. അപ്പം ഏതൊക്കെയാണ് ആ കമ്പനികൾ എന്ന് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നിപ്പം ഇന്ത്യയിൽ ഒരുവിധം എല്ലാവരും തന്നെ എപ്പോഴെങ്കിലായിട്ട് PSU ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും. സോ PSU സെക്ഷനിലെ ഒരു മെയിൻ പേരാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് വരുന്നത്. അപ്പം ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ബാങ്ക് ഓഫ് ബറോഡ. ഇപ്പൊ ഡിവിഡൻഡ് yield വരുന്നത് 2.9%, 3 year സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 38%, അതിൽ PEG റേഷ്യോ 0.2. ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത് 1908 തുടങ്ങിയ വളരെ പഴയൊരു ബാങ്കാണ്. A dream cherished by the Maharaja of Baroda, Shri Sayaji Rao Gaikwad III. His dream became a reality with the opening of the first branch of the Bank of Baroda. One small step, 114 years ago, flourished over the years. And today, Bank of Baroda is one of the leading banks of India. Q2 ഫൈനാൻഷ്യൽ 2026 8446 ഡൊമസ്റ്റിക് ബ്രാഞ്ചുകൾ, 82 ഓവർസീസ് ഓഫീസ്, അതിൽ 11457 ATM ഓടെ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ Q2 FY26 ബാങ്ക് ലോൺ ബുക്ക് ഇയർ ഓവർ ഇയർ 11.9% വളർന്നു. മെയിൻലി റീറ്റെയിൽ, അഗ്രി, MSME സെഗ്മെന്റ് വഴി. അപ്പൊ ഇത് നമ്മൾ ഷോർട്ട് ആയിട്ട് റാം സെഗ്മെന്റ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ റീറ്റെയിൽ 17.6% വളർന്നു, അഗ്രികൾച്ചർ 17.4%, അതുപോലെ MSME 13.9% ഇയർ ഓവർ ഇയർ വളർന്നു. ഇപ്പം റാം പോർട്ട്ഫോളിയോ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 61.7% ആണ്. ഇയർ ഓവർ ഇയർ 310 ബേസിസ് പോയിന്റ് കൂടി. ഇപ്പൊ കോർപ്പറേറ്റ് ഗ്രോത്ത് 3% മ്യൂട്ടഡ് ആയിട്ട് നിന്നു. ഗ്രോസ് NPA അതായത് 90 ദിവസത്തിലധികം റീപേയ്മെന്റ് ഡിലേ ആയ ടോട്ടൽ ബാഡ് ലോൺസ് 34 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ആയി. അതേസമയത്ത് നെറ്റ് NPA അതായത് പ്രൊവിഷൻസ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ഡിഫോൾട്ടഡ് ലോൺസ് പോസിറ്റീവ് 3 ബേസിസ് പോയിന്റ് ചെറിയൊരു ഇംപ്രൂവ്മെന്റ് കണ്ടു. അപ്പൊ ഇത് കാരണം ബാങ്കിന്റെ പ്രൊവിഷൻ കവറേജ് വെച്ചോ 93.21% സ്ട്രോങ് ആയിട്ട് നിന്നു. ഇപ്പൊ പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാഡ് ലോൺ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ബാങ്കിന് എത്രത്തോളം സേഫ്റ്റി കുഷൻ ഉണ്ടെന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണ്. ഇനി സ്ലിപ്പേജ് റേഷ്യോ 16 ബേസിസ് പോയിന്റ് ആയിട്ട് കുറഞ്ഞു. സ്ലിപ്പേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ഗുഡ് ലോൺസ് ബാഡ് ലോൺ ആയിട്ട് മാറി എന്നാണ്. അപ്പൊ ഈ ഒരു ഫാക്ടർ അസറ്റ് ക്വാളിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. देखिए एसेट क्वालिटी में 2-3 मैं नंबर्स बताऊंगा. एक तो जो स्लिपेज रेशियो है वो 0.91 है, क्रेडिट कॉस्ट 0.26 है. मेरा जो फ्रेश स्लिपेज है वो लास्ट क्वार्टर से लेस है और सेम क्वार्टर लास्ट ईयर से भी कम है. कैश रिकवरी बेटर है, जो अपग्रेडेशन बेटर है. सो इन दैट वे जो एसेट क्वालिटी आई थिंक जो नंबर्स है GNPA, नेट NPA, स्लिपेज रेशियो, क्रेडिट कॉस्ट का ये चारों पैरामीटर देखते हैं, उसमें बैंक में समझता हूँ कि काफ़ी अच्छा किया है. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓവർ ഇയർ 2.7% വളർന്നു. പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 15 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 2.96% ആയി. അഡ്വാൻസസ് ഇയർ ഓവർ ഇയർ 11.9% വളർന്നു. പ്രത്യേകിച്ച് റീറ്റെയിൽ അഡ്വാൻസസ് ഇയർ ഓവർ ഇയർ 17.6% ഗ്രോത്ത് കാണിച്ചു. എന്നാൽ ഈൽഡ് ഓൺ അഡ്വാൻസസ് ഡൊമസ്റ്റിക്കലി 62 ബേസിസ് പോയിന്റ് ഇടിഞ്ഞു. അതുപോലെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ 91 ബേസിസ് പോയിന്റ്. അപ്പൊ ഇതിന്റെ ഒപ്പം ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 4.9% കൂടി. അതിൽ ഡൊമസ്റ്റിക് കാസ അതായത് കറന്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഡിപ്പോസിറ്റിന്റെ ഷെയർ 110 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 38.42% ആയി. ഇവിടെ കാസ ഇടിഞ്ഞെന്ന് പറഞ്ഞാൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും എക്സ്പെൻസീവ് ടേം ഡിപ്പോസിറ്റിലേക്ക് കൂടുതൽ ആശ്രയിക്കുന്നുണ്ടെന്നാണ്. ഇവിടെ ടേം ഡിപ്പോസിറ്റ് 11.7% ആയിട്ട് വളർന്നു. അപ്പോൾ കാസ റേഷ്യോ ഇടിഞ്ഞു. അതിൽ ടേം ഡിപ്പോസിറ്റ് ഷെയർ കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് ഫണ്ടുകളുടെ പ്രഷറിലാവും. ഓൾദോ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇയർ ഓവർ ഇയർ ഡൗൺ ആണ്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 5 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ആയി.
ഇപ്പോൾ റിപ്പോ റേറ്റ് കട്ടിന്റെ ഇമ്പാക്ട് Q2 FY26 ഫുൾ ആയിട്ട് റിഫ്ലക്ട് ആയിട്ടില്ല. ഇപ്പോൾ EBLR ലോൺസ്, അതായത് റിപ്പോ റേറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ലോൺസ് ആണ് EBLR ലോൺസ് വന്നത്. ഇപ്പോൾ റിപ്പോ റേറ്റ് മാറിയാൽ ഈ ലോൺ പെട്ടെന്ന് ഇവിടെ കുറയും. പക്ഷെ ഇവിടെ ഡിപ്പോസിറ്റ് പതുക്കെയാവും റീപ്രൈസ് ആവുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും പ്രഷറിലായത്. ഇപ്പോൾ മാനേജ്മെന്റ് ഇവിടെ പറയുന്നത് സെപ്റ്റംബർ വരെ 70 മുതൽ 80% ഡിപ്പോസിറ്റ് ബുക്ക് റീപ്രൈസ് ആവുമെന്നാണ്. ഇപ്പോൾ Q2 FY26 നോൺ ഇൻട്രസ്റ്റ് ഇൻകം 32% ഇടിഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 900 കോടി വൺ ഓഫ് ഇൻകം ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു വർഷത്തെ നമ്പർ നമുക്ക് വലുതായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഈ ഒരു വർഷം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ തോന്നുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇവിടെ കൂടി. കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 43.6% നിന്ന് 51% കൂടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഓൾമോസ്റ്റ് 20% ഇടിവിന് കാരണമായത്. ഇപ്പൊ മാനേജ്മെന്റ് ഇതും പറഞ്ഞു. नहीं देखिए, ऑपरेटिंग प्रॉफिट इसलिए गिरावट है कि लास्ट ईयर सेम क्वार्टर में वन ऑफ था ऑन द NCLT रिकवरी. हमारा इस क्वार्टर में नॉर्मलाइज ऑपरेटिंग प्रॉफिट है. उसमें हमको ना ट्रेजरी से एडिशनल इनकम मिला है, ना रिकवरी ऑफ TWO से एडिशनल मिला है. इन दैट वे ये जो हमारा जो 7,500 to 8,000 करोड़ का जो ऑपरेटिंग प्रॉफिट का जो लेवल है, ये नॉर्मलाइज लेवल है और आगे वन अप आ सकता है. TWO हमारा 63,000 करोड़ का बुक है, उधर कोई वन ऑफ पॉजिटिव आ सकता है. ट्रेजरी सपोज अभी 10 ईयर जीसेक में कोई पॉजिटिव मूवमेंट होता है बिकॉज फेड में भी कुछ कट का एक्सपेक्टेड है, उस टाइम में भी पॉजिटिव फर्दर आ सकता है. बट हम जो नॉर्मलाइज ऑपरेटिंग प्रॉफिट का रेंज करंट सिनारियो में जो देखते हैं वो 7,500 से 8,000 देखते हैं. പ്രൊവിഷൻസ് കുറവാണ്, അതുകൊണ്ടാണ് അസറ്റ് ക്വാളിറ്റി സ്ട്രോങ് ആയിട്ട് കണ്ടത്. പക്ഷേ പാറ്റ് സ്റ്റിൽ 8% ഇടിഞ്ഞു. ഇപ്പൊ മാനേജ്മെന്റ് പറഞ്ഞത് ഇപ്പൊ വൺ ഓഫ് റിക്കവറി ഒഴിവാക്കിയാൽ പ്രോഫിറ്റ് ഗ്രോത്ത് 22% ആവുമെന്നാണ്. അതുപോലെ മാനേജ്മെന്റ് ഇതും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. वन ऑफ के लिए आपका जो ओवरऑल प्रॉफिटेबिलिटी बढ़ जाता है, बट इन दैट वे इस क्वार्टर टिपिकली लास्ट ईयर से पूरा कंपेरेबल नहीं है, बट सिक्वेंसली बात करेंगे तो ये बेटर है. एक कंटेक्स्ट इसमें ऐड करना चाहता हूँ कि हमारा नेट प्रॉफिट इस बार हमने 400 करोड़ का फ्लोटिंग प्रोविज़न किया है, तो हमारा नेट प्रॉफिट उसी के साथ देखना चाहिए. ഇനി കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ മാനേജ്മെന്റ് ഫുൾ ഇയർ 11 മുതൽ 13% ഗ്ലോബൽ ക്രെഡിറ്റ് ഗ്രോത്ത് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റാം സെഗ്മെന്റ് 18 മുതൽ 20% വരെ വളരാനായിട്ടാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു ലോങ് ടേം പ്ലാൻ വരുന്നത് ടോട്ടൽ ലോൺ പോർട്ട്ഫോളിയോ റാമിന്റെ ഷെയർ 65% വരെ കൊണ്ടുപോകാനാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഗൈഡൻസ് 2.85 മുതൽ 3% മെയിൻറ്റെയിൻഡ് ആണ്. ഇപ്പൊ ബാങ്കിൽ നമ്മൾ കുറച്ച് മെയിൻ ചലഞ്ചസ് കാണുന്നുണ്ട്. ഡൊമസ്റ്റിക് കാസ റേഷ്യോ 110 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 39.52% നിന്ന് 38.42% വന്നു. അതുപോലെ ഇതിപ്പോ തുടരുവാണെങ്കിൽ ഫണ്ടിംഗ് കോസ്റ്റ് മുതൽ മാർജിൻ പ്രഷറിലാവാം ഇവിടെ. ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് സ്റ്റോക്ക് ഏതാന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ സ്റ്റോക്ക് ഏതാന്നുള്ളത്? ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഈ ഒരു കമ്പനിയുടെ പോർട്ട്ഫോളിയോ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് മറക്കാൻ പറ്റുമല്ലേ അത്? एक रास्ता है जिंदगी जो थम गए तो कुछ नहीं, हीरो के संग निकल पड़े तो मुश्किलों में दम नहीं. അതെ, നമ്മുടെ അടുത്ത സ്റ്റോക്ക് വരുന്നത് ഹീറോ മോട്ടോകോപ്പ് ആണ്. ഹീറോ മോട്ടോകോപ്പിന്റെ ഡിവിഡൻഡ് yield 2.69% ആണ്. അതിൽ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് 11.49% വളർന്നിട്ടുണ്ട്. അതിലൂടെ പ്രോഫിറ്റ് 23.85% വളർന്നിട്ടുണ്ട്. ഇപ്പൊ PG റേഷ്യോ എന്ന് 0.97 ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ 2 വീലർ മാനുഫാക്ചർ ആണ്. അതിൽ ഇവർ കോർ പോർട്ട്ഫോളിയോ 3 മെയിൻ കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോർ സെഗ്മെന്റ് ആണ് കമ്പനിയുടെ ബാക്ക് ബോൺ. അപ്പൊ ഇതിൽ 100cc അല്ലെങ്കിൽ 110cc കമ്പ്യൂട്ടർ ബൈക്സ്, പ്രത്യേകിച്ച് സ്പ്ലെൻഡർ പ്ലസ് 2025 ഫൈനാൻഷ്യലിൽ 82.6% മാർക്കറ്റ് ഷെയറോടെ ഇൻഡസ്ട്രി ലീഡർഷിപ്പ് നേടിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂട്ടേഴ്സിൽ സൂം സീരീസ് ഫാസ്റ്റ് ഗ്രോയിങ് അർബൻ മൊബിലിറ്റി അതുപോലെ മാക്സി സ്കൂട്ടർ സെഗ്മെന്റിലേക്കുള്ള എൻട്രി കമ്പനിക്ക് നൽകി. ഇപ്പൊ പ്രീമിയം പോർട്ട്ഫോളിയോയിൽ കമ്പനി കരിസ്മ SME, സ്ട്രീം സീരീസ്, അതിൽ ഹാർലി ഡേവിഡ്സൺ X440 പോലത്തെ മോഡൽസ് നൽകി. ലാസ്റ്റ്ലി വിഡ ബ്രാൻഡ് വഴി EV കാറ്റഗറി സ്കെയിൽ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് സെപ്റ്റംബർ 2025 പ്രകാരം EV സ്പേസിൽ കമ്പനി ഏകദേശം 30.26% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കമ്പനിക്ക് ഇലക്ട്രിക് 2 വീലർ സെഗ്മെന്റിൽ ഇൻഡയറക്ട് പൊസിഷനിങ് നൽകുന്നുണ്ട്. ഇനി നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കമ്പനിയുടെ സെയിൽസ് ഇവിടെ ഇയർ ഓവർ ഇയർ 16.55% വളർന്നു. അപ്പൊ ഇതിന്റെ മെയിൻ ഫാക്ടർ വോളിയം ഗ്രോത്ത് ആണ്. ഇപ്പൊ ഡിസ്പാച്ചസ് ഇയർ ഓവർ ഇയർ 15.2 ലക്ഷം യൂണിറ്റ്സ് നിന്ന് 16.91 ലക്ഷം യൂണിറ്റ്സ് വരെ കൂടി. അപ്പൊ ഇതിന്റെ ഒപ്പം ഫസ്റ്റ് സീസണിലെ ഹീറോന്റെ ഐസ് വാഹൻ ഗ്രോത്ത് 16.2% ആയിരുന്നു. ഇപ്പൊ ഇൻഡസ്ട്രിയുടെ 14.7%-നേക്കാളും കൂടുതലാണ്. അപ്പൊ ഇത് 40 ബേസിസ് പോയിന്റ് മാർക്കറ്റ് ഷെയർ ഗെയിന് കാരണമായി. അപ്പൊ കമ്പനിയുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഇയർ ഓവർ ഇയർ 4.2% ഇംപ്രൂവ് ആയി. അപ്പൊ ഇത് ബെറ്റർ പ്രൈസിംഗ് അതിൽ പ്രൊഡക്റ്റ് മിക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഗ്ലോബൽ ബിസിനസ്സും ഇയർ ഓവർ ഇയർ 77% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്.
ഇത് ഇൻഡസ്ട്രി ഗ്രോത്തിനേക്കാളും 3 ഇരട്ടിയിൽ കൂടുതലാണ്. അതേസമയത്ത് എക്സ്പെൻസ് 15.4% കൂടി. ഇത് റവന്യൂ ഗ്രോത്തിനേക്കാളും സ്ലോ ആയിട്ട് ഇവിടെ നിന്നു. അപ്പൊ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 20%-ലധികം വളർന്നു. അതിൽ മാർജിനും ഇവിടെ ഇംപ്രൂവ് ആയി. ഇപ്പൊ പെട്രോൾ 2 വീലർ സെഗ്മെന്റിൽ മാർജിൻ 121 ബേസിസ് പോയിന്റ് ഇയർ ഓവർ ഇംപ്രൂവ്മെന്റ് കണ്ടു. അപ്പൊ ഇതിന് മെയിൻ കാരണം മെറ്റീരിയൽ കോസ്റ്റ് കുറഞ്ഞതും അതുപോലെ തന്നെ ഇവിടെ ബെറ്റർ കോസ്റ്റ് എഫിഷ്യൻസി ആണ്. ഇത് ഓവറോൾ എബിറ്റ ഇംപ്രൂവ് ചെയ്തു. അപ്പോൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ 24% വളർന്നു. ഇവിടെ സ്ട്രോങ് എബിറ്റ ഗ്രോത്ത്, അതിൽ കമ്പനിയുടെ ടാക്സ് ചെറുതായിട്ട് കൂടിയതുകൊണ്ട് തന്നെ ഇവിടെ പാറ്റ് ഇവിടെ കൂടി. ഇനി കമ്പനിയുടെ കുറച്ച് മെയിൻ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ മാനേജ്മെന്റ് പറയുന്നത് എബിറ്റ മാർജിൻ 14 മുതൽ 16% ബാങ്കിൽ നിൽക്കണം എന്നാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം 2026 ഫൈനാൻഷ്യലിലെ അവരുടെ ടാർഗറ്റ് ഗ്ലോബൽ ബിസിനസ് 40%-ലധികം വളരണം എന്നാണ്. ലോങ് ടേമിൽ കമ്പനിക്ക് ഗ്ലോബൽ ബിസിനസിന് ഏകദേശം 10% റവന്യൂ വോളിയം വരുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷോർട്ട് ടേം ബോറോയിങ്സ് 2025 ഫൈനാൻഷ്യലിൽ നല്ലപോലെ ഇവിടെ കൂടിയിട്ടുണ്ട്. എന്നാൽ 2026 ഫൈനാൻഷ്യൽ സെപ്റ്റംബറിൽ ചെറുതായിട്ടാണ് ഇവിടെ കൂടിയേക്കുന്നത്. ഹാഫ് ഇയർ എൻഡിംഗ് ഫൈനാൻഷ്യൽ 2025 കമ്പനിയുടെ ഇൻവെന്ററി കൂടുതലായിരുന്നത് ഫെസ്റ്റീവ് എക്സൈറ്റ്മെന്റ് കാരണമാണ്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് ഇവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഒന്ന് കേട്ടു നോക്കുക. This buoyancy was clearly visible in our operations. Post the festive period, we now have the lowest inventory and lowest receivables in the recent years. അപ്പോൾ ഇതിന്റെ ഒപ്പം 2025 വെച്ച് നമ്മൾ നോക്കുമ്പോൾ സെപ്റ്റംബർ 2025 ട്രേഡ് പേയ്മെന്റ്സ് 1900 കോടിയിലധികം ഇവിടെ കൂടി. ഇപ്പൊ ട്രേഡ് റിസീവബിൾസും ഇവിടെ അപ്വേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് പറഞ്ഞ് ഫെസ്റ്റീവ് പീരീഡ് കഴിഞ്ഞിട്ടും കളക്ഷൻ സ്ട്രോങ് ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ ബിസിനസിന്റെ റിസീവബിൾ ഡേയ്സ് 30 ദിവസത്തിൽ നിന്ന് ഏകദേശം 12 ദിവസത്തിലേക്ക് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കുമ്പോൾ 2025 ഫൈനാൻഷ്യലിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് കൊണ്ട് CFO ഇവിടെ നോർമലായി. അപ്പോൾ ഹാഫ് ഇയർ എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 റിസീവബിൾസ് അതിൽ ഇൻവെന്ററിയിൽ ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ CFO ബൈ പാറ്റ് 118% ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഇത് കമ്പനിയുടെ സ്ട്രോങ് ക്യാഷ് കൺവേർഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കമ്പനിയുടെ മെയിൻ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ചലഞ്ചസ് നോക്കുമ്പോൾ കമ്പനിയുടെ എക്സ്പോർട്ട് ഷെയർ സ്റ്റിൽ ലോ ആണ്. 2025 ഫൈനാൻഷ്യലിൽ അറൌണ്ട് 7%. അതുപോലെ 2025 ഫൈനാൻഷ്യലിൽ വോളിയത്തിന് 95% ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് റൂറൽ ഡിമാൻഡ് മാറുന്നതനുസരിച്ച് ബിസിനസിനെ ഇവിടെ ബാധിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കമ്പനി വരുന്നത് ആദിത്യ ബിർള സൺ ലൈഫ് AMC ആണ്. അപ്പൊ കമ്പനിക്ക് 3.28% ഡിവിഡൻഡ്. അതുപോലെ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് 12% വളർന്നു. പ്രോഫിറ്റ് ഇവിടെ 11% വളർന്നു. അപ്പൊ PG റേഷ്യോ വന്നു 1.9 അടുത്താണ്. അപ്പൊ കമ്പനി ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ്, ETFs, PMS, AIF, അതിൽ ഓഫ് ഷോർ അഡ്വൈസർ സർവീസസ് നൽകുന്നുണ്ട്. അതിൽ ആദിത്യ ബിർള ക്യാപിറ്റൽ ആൻഡ് സൺ ലൈഫ് AMC ഇൻവെസ്റ്റ്മെന്റ് കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ നെറ്റ്വർക്ക് 300-ലധികം ലൊക്കേഷനിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 80% B30 സിറ്റീസിലാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം റീറ്റെയിൽ റേറ്റ് സ്ട്രോങ് ആണെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം ഓൾട്ടർനേറ്റീവ് ബിസിനസ്സിൽ PMS അല്ലെങ്കിൽ AIF AUM 30,300 കോടി എത്തി. ഇനി നമുക്ക് കമ്പനിയുടെ കുറച്ച് മെയിൻ മെട്രിക്സ് നമുക്ക് നോക്കാം. Q2 FY26 വരെ കമ്പനി ടോട്ടൽ ആവറേജ് AUM ഏകദേശം 4,61,000 കോടി രൂപ എത്തി. അപ്പൊ ഇതിൽ 1,92,000 കോടി രൂപ ഇക്വിറ്റി ഫണ്ട്സിലായിരുന്നു. അപ്പൊ ഇത് 7% വളർന്നു. അതിൽ മ്യൂച്വൽ ഫണ്ട് അസറ്റ്സും 9% കൂടി 3,72,000 കോടി എത്തി. അതിൽ SIPസിലും സെപ്റ്റംബർ 2025 1,100 കോടിയുടെ SIP ഇൻഫ്ലോ കണ്ടു. 39 ലക്ഷം അക്കൗണ്ട്സ് ആണ് ആക്റ്റീവ് ആണ്. അതുപോലെ ഏകദേശം 5,80,000 പുതിയ SIPs ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 90% SIPസും ലോങ് ടേം ആണ് ഇവിടെ. ഇപ്പൊ സെയിൽസ് ഇയർ ഓവർ ഇയർ 9% വളർന്നു. കാരണം Q2 FY26 കമ്പനി ടോട്ടൽ AUM ഇയർ ഓവർ ഇയർ 15% കൂടി 4,61,000 കോടി എത്തി. ഇപ്പൊ AMC റവന്യൂ ലാർജ്ലി ഫീ ബേസ്ഡ് ആണ്. ഇപ്പൊ AUM കൂടുമ്പോൾ മാനേജ്മെന്റ് ഫീസ് ഇവിടെ കൂടും. അപ്പൊ അതുകൊണ്ടാണ് ടോപ്പ് ലൈൻ നാച്ചുറലി ഇവിടെ കയറി പോകുന്നത്. അപ്പൊ ഇത്രയും കൂടിയതിൽ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ്സ് വലിയ സപ്പോർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ PMS അല്ലെങ്കിൽ AIF 8 ഇരട്ടി വരെ കൂടി 30,300 കോടിയായി. അപ്പൊ ഇതിന്റെ ഒപ്പം ഇക്വിറ്റി AUM 7% വളർന്നു 1,92,000 കോടി എത്തി. Q2 FY26 ടോട്ടൽ എക്സ്പെൻസ് ഇയർ ഓവർ ഇയർ 3% കൂടി. അപ്പൊ ഇത് കാരണം ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 13% വളർന്നു. എന്നാൽ അതർ ഇൻകം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓവർ ഇയർ 53% ഇടുന്നതുകൊണ്ട് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി പ്രഷറിലായി. അപ്പൊ ഇതുകൊണ്ട് സ്ട്രോങ് കോർ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും PBT 6% ഡൗൺ ആയി. ഇപ്പൊ ടാക്സ് എക്സ്പെൻസും 400 ബേസിസ് പോയിന്റ് കുറഞ്ഞു. അപ്പൊ ഇത് ബോട്ടം ലൈനിന് ഇമ്പാക്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 241 കോടിയിൽ ഫ്ലാറ്റ് ആയിട്ട് നിന്നു. പക്ഷെ നെറ്റ് മാർജിൻ 57% നിന്ന് 52% ഇവിടെ കുറഞ്ഞു. ഇനി നമ്മൾ കമ്പനിയുടെ കുറച്ച് മെയിൻ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ കമ്പനി നിലവിൽ വലിയ ടോപ്പ് 8 സിറ്റികളായിട്ട് 9,000 കോർപ്പറേറ്റ്സിന് സെർവ് ചെയ്യുന്നുണ്ട്. അടുത്ത 12 ലൊക്കേഷനിലേക്ക് മാനേജ്മെന്റ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടോട്ടൽ കവറേജ് ടോപ്പ് 20 ലൊക്കേഷൻ വരെ ആകും.
അപ്പൊ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 2025 ഫൈനാൻഷ്യല് CF ചെറുതായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2024 384 കോടിയിലെത്തി. CFO ബൈ പാറ്റ് 2024 ഫൈനാൻഷ്യല് 88% നിന്ന് ഹാഫ് ഇയർ എൻഡിങ് ഫൈനാൻഷ്യൽ 2026 74% ഇടിഞ്ഞു. അപ്പൊ ഇത് കാണിക്കുന്നത് പ്രോഫിറ്റും വലിയൊരു ഭാഗം ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല എന്നാണ്. ഇനി നമ്മൾ കമ്പനിയുടെ കുറച്ച് മെയിൻ ചാലഞ്ചസ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചീപ്പായിട്ട് തോന്നും. അപ്പൊ ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് 12%, പ്രോഫിറ്റ് ഗ്രോത്ത് 11% മാത്രമാണ്. അപ്പൊ കോമ്പറ്റേറ്റേഴ്സിന്റെ 20%-ലധികം ഇത് വളരുമ്പോൾ ഇത് കുറവാണ്. അതുകൊണ്ടാണ് കമ്പനിയുടെ വാല്യൂഷൻ റീസണബിൾ ആണ്, പക്ഷെ ഗ്രോത്ത് നമുക്ക് എന്താണ് ഇവിടെ അത്യാവശ്യമാണ്. സോ ഇൻവെസ്റ്റേഴ്സ് ഇതിവിടെ ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. സോ ഇതാണ് ഹൈ ഡിവിഡൻഡ് യെറ്റ് ഗ്രോത്ത്, അതിൽ റീസണബിൾ വാല്യൂഷനുള്ള 3 സ്റ്റോക്സ്. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ 3 സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കാണ് കൂടുതൽ പ്രോമിസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ നിങ്ങൾക്ക് അത് കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.